എന്റെ പോയിന്റ് ഞാൻ അനുമോളുടെ കൂടെയാണ് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജുവലിന് അതിന് വിരുദ്ധ അഭിപ്രായം ഉണ്ടാവും, പക്ഷെ ഞാൻ അനുമോളുടെ കൂടെയാണ് നിൽക്കുക. ട്രിഗേർഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി. 4-5 വട്ടം വാണിംഗ് കിട്ടിയിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്ന റൂൾ ബ്രേക്കിംഗ് ആണ്, ഷോ നിർത്തി വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത്രയും പൊട്ടിത്തെറിച്ച് ഇമോഷണൽ ആയിട്ട് വാക്കുകളുടെ പ്രയോഗമൊക്കെ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആരും ജിസേല് ചെയ്യുന്നത് ശരിയെന്ന് പറയുന്നില്ല. ആ ഒരു സാഹചര്യം പറയുന്നവരുണ്ട്. ഇനി അത് ബിഗ് ബോസിന്റെ കയ്യിൽ നമ്മൾ ഓൾറെഡി എത്തിച്ചു, ഇനി അത് ബിഗ് ബോസ് ഡീൽ ചെയ്യട്ടെ എന്നാണ്. ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിൽ ഞാൻ വിയോജിക്കുകയാണ്. അപ്പൊ മൊത്തം ആണുങ്ങളെയും കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വെറുപ്പിക്കലാണ്. ഇയാളെ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇയാള് സ്ട്രാറ്റജി മാറ്റേണ്ട ടൈമായി എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് പുള്ളി അതെ മാറി തുടങ്ങി. അപ്പൊ എനിക്ക് പ്രോപ്പർ ആയിട്ടൊരു സ്ട്രാറ്റജി ഇല്ല. അപ്പൊ അനിയിൽ എനിക്ക് വലിയ ഹോപ്പ് ഇനിയില്ല. സോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 വീക്ക് 2 രണ്ടാമത്തെ ആഴ്ച നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് വീക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊക്കെ ഏതാണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജുവൽ കറക്റ്റ് ആയിരുന്നില്ല നമ്മുടെ പ്രഡിക്ഷൻ ഒക്കെ? അതെ, മുൻഷി ചേട്ടനാണ് ഔട്ടായി പോയത്, നമ്മൾ അത് പറഞ്ഞിരുന്നു. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പറയ്, ഈ ആഴ്ച എങ്ങനെ, എന്താ മൊത്തത്തിൽ ഒരു അനാലിസിസ് നോക്കുമ്പോ എങ്ങനെയുണ്ട്? ഈ ആഴ്ച താരമായത് കിച്ചൺ ആണ്. കഴിഞ്ഞ ആഴ്ച കിച്ചൺ ഡ്യൂട്ടിയിൽ പോയിട്ട് ഒതുങ്ങിപ്പോയെന്ന് കംപ്ലൈന്റ് ചെയ്തവർക്ക് ഒരു തിരിച്ചടി ആയിട്ടാണ് കിച്ചണിലായിരുന്നു മൊത്തം സംഭവം അരങ്ങേറിയത്. എന്റർടൈനിങ് ആയിട്ട് തോന്നി എന്താണ്, ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ കിച്ചൺ നമുക്ക് ഓരോ സീസണിലും കിച്ചണിൽ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പേളിമാണി കിച്ചൺ ഒരു ബോംബ് പൊട്ടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ച് ഒക്കെ നമ്മൾ കണ്ടതിന് മുമ്പ്. പിന്നെ നമ്മുടെ ജാസ്മിന്റെ തുമ്മല് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്ത് രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ആണ് ഇപ്പം ഈ വീക്കില് ജുവലിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നത്? അതിന് രസകരം എന്ന് പറയാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, കിച്ചൺ ഡ്യൂട്ടിയിൽ ഈ ടീം മൊത്തം ഇച്ചിരി ഫെയിലിയർ ആണ്. അവർ ലേറ്റ് ആയിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളൊരു പരാതിയാണ് ആദ്യ ദിവസങ്ങളിൽ കണ്ടത്. അപ്പൊ അത് കുറച്ച് മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഓവർ ഉപയോഗം ഓഫ് റേഷൻ കാണുന്നുണ്ട്. ഇടയ്ക്ക് സമോസ ഉണ്ടാക്കുന്നു, പൊട്ടാറ്റോ ചിപ്സ്, അത് നമുക്ക് അറിയില്ല അത് എത്രത്തോളം അലൗഡ് ആണെന്ന്. ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോഴായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ചോദ്യം വരുന്നത്. ലാസ്റ്റ് വീക്കിലെ ഒരു ഹൈലൈറ്റ് പോയിന്റ്സ് പറയാൻ പറഞ്ഞാൽ ആദ്യം ജുവലിന്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഡെഫിനറ്റ്ലി ജിഷ്ണു മനസ്സിൽ വിചാരിക്കുന്ന അതേ കാര്യമാണ്, അനുമോളും ജിസേലും തമ്മിലുള്ള ഫൈറ്റ്. അനുമോള് ഒരു CID കളിച്ച് നടക്കുന്നു, ജിസേൽ അതിനെ പ്രതിരോധിക്കുന്നു. ആ സംഭവങ്ങൾ തന്നെയാണ് അവിടെ ഏറ്റവും നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത്. സ്ക്രീൻ സ്പേസ് കിട്ടിയ കഴിഞ്ഞ വീക്കിൽ അനീഷിനായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ജിസേലിന് ആ സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, എന്ത് തോന്നുന്നു, ജിസേൽ ചെയ്യുന്നതാണോ ശരി, അനുമോള് ചെയ്യുന്നതാണോ ശരി? അങ്ങനെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ എന്റെ പോയിന്റ്, ഞാൻ അനുമോളുടെ കൂടെയാണ് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ജുവലിന് അതിന് വിരുദ്ധ അഭിപ്രായം ഉണ്ടാവും, പക്ഷെ ഞാൻ അനുമോളുടെ കൂടെയാണ് നിൽക്കുക. അനുമോൾ ഇത്തിരി സെൻസിറ്റീവ് ആണെന്നുള്ളത് മാത്രമാണ് അതിലൊരു പ്രശ്നം. ഞാൻ അനുമോളുടെ കൂടെ നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ജിസേല് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജിസേല് സമ്മതിക്കുന്നുണ്ട്. അത് മാത്രമല്ല 4-5 വട്ടം വാണിംഗ് കിട്ടിയിട്ടുണ്ട് ജിസേലിന്, അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്ന റൂൾ ബ്രേക്കിംഗ് ആണ്. ജിസേല് കാരണം ഷോ നിർത്തി വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇവരിത് റിപ്പീറ്റഡ്ലി ഈ എന്താ പറയാ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറകെ ഒരാൾ അനുമോള് പുറകെ കൂടിയിട്ടുണ്ട്. അത് മേ ബി അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷെ ഈ പ്രൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലോജിക്കൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ അത് ഇത്രയും വലിയൊരു ഇഷ്യൂലേക്ക് ഇത് ആവത്തില്ല. അനുമോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടിയത് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കം അവിടെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത്രയും പൊട്ടിത്തെറിച്ച് ഇമോഷണൽ ആയിട്ട് വാക്കുകളുടെ പ്രയോഗമൊക്കെ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അതുപോലെ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി ഈ കാര്യങ്ങളൊക്കെ തപ്പുവാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഇന്നലെ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അനുമോളെ കള്ളി എന്ന് ജിസേല് വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു വിളി അനുമോൾക്ക് ഒഴിവാക്കാമായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ മൊത്തം ആണുങ്ങളെയും കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അനുമോളും ശൈത്യയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇത് എല്ലാം ആണുങ്ങളുടെ ഒരു എന്താ പറയാ ജിസേലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവിടെ ആരും അങ്ങനെ ജിസേലിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ജിസേല് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റ് തന്നെയാണ്. ബിഗ് ബോസ് അതിനെ ഡീൽ ചെയ്യട്ടെ, അഡ്രസ് ചെയ്യട്ടെ എന്ന് കാത്തിരിക്കുന്നവരാണ് അവിടെ എല്ലാവരും. ആരും ജിസേല് ചെയ്യുന്നത് ശരിയെന്ന് പറയുന്നില്ല. ആ ഒരു സാഹചര്യം പറയുന്നവരുണ്ട്. ജിസേല് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരില്ലേ? ഇപ്പൊ ഈ പറയുന്ന റെനെ ആണെങ്കിലും ആര്യനാണെങ്കിലും ഈ അക്ബർ ആണെങ്കിലും ഇല്ല. ഡെഫിനറ്റ്ലി ആര്യനൊക്കെ ജിസേലിനോട് പറയുന്നത് എന്റെ സാധനങ്ങൾ ഇനി എടുക്കരുത് എന്നുള്ള സ്ട്രിക്റ്റ് വാർണിംഗ് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആര്യന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇനി അത് ബിഗ് ബോസിന്റെ കയ്യിൽ നമ്മൾ ഓൾറെഡി എത്തിച്ചു, ഇനി അത് ബിഗ് ബോസ് ഡീൽ ചെയ്യട്ടെ എന്നാണ്. നമ്മൾ അതിന്റെ പുറകെ നടന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഇപ്പൊ അനുമോൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം,
ഇപ്പൊ സീസൺ തുടങ്ങുമ്പോൾ തൊട്ട് ഈ മൊമെന്റ് വരെ അനുമോൾ തന്റെ ഇമേജിനൊക്കെ മറന്നിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ കരച്ചിൽ എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ഇപ്പൊ എല്ലാവരും കരച്ചിൽ കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ബിഹേവ് ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നുമില്ല, ആ ഇമേജ് കോൺഷ്യസ് ആവാതെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ് പുള്ളിക്കാരി അവിടെ ജീവിക്കണ, ഹൗസിനകത്ത് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ പുള്ളിക്കാരിന്റെ ഹൈറ്റിനെ വെച്ചിട്ട് ജിസേല് കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല മൊമെന്റിലും ജിസേല് ട്രിഗർ ചെയ്യുന്നുണ്ട് അനുമോളെ. അപ്പോൾ നമ്മൾ ഈ ഗെയിമിന്റെ സ്വഭാവം വെച്ചിട്ട് ട്രിഗർ ആവാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും അനുമോളുടെ ഒരു ബേസിക് നേച്ചർ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അനുമോൾ ട്രിഗർ ആവും. അത് ജെന്യൂൻ ആണ്, 100% ജെന്യൂൻ ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ ജിസേല് ഒരിക്കലും ജെന്യൂൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷേ ആ തെറ്റ് ചെയ്തു എന്ന് ഞാൻ അംഗീകരിക്കുകയും ചെയ്യും, പിന്നെ ഞാൻ അത് വീണ്ടും ആവർത്തിക്കും. ഈ മൈൻഡാണ് ജിസേലിന്റെ. അതൊരു പക്ഷെ ജിസേലിന്റെ ഗെയിം സ്ട്രാറ്റജി ആവാം. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ജിസേൽ തെറ്റ് ചെയ്യുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു തെറ്റായതുകൊണ്ട് ജിസേൽ ആ തെറ്റ് ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ അനുമോളുടെ കേസ് വരുന്ന സമയത്ത് അനുമോൾ സെൻസിറ്റീവ് ആണ്, അതായിരിക്കാം ബേസിക് നേച്ചർ. പക്ഷെ ഈ പറഞ്ഞതിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്, ട്രിഗേർഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി. അല്ലെങ്കിൽ അതിനുള്ള ഒരു മനോധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അനുമോൾ ഇവിടെ ചെയ്യേണ്ടത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കരയുക, ആ കരച്ചിലിന് ഇടയ്ക്ക് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹൈറ്റിന്റെ പേരിൽ ഒരു പ്രശ്നം അവിടെ വന്നിരുന്നു. ഹൈറ്റ് വെച്ചിട്ട് ജിസേല് കളിയാക്കി എന്നുള്ളത്, ആ പറയുന്നതിനിടയ്ക്ക് അത് കൃത്യമായി അവിടെ ചർച്ച ചെയ്ത് കരഞ്ഞോണ്ടായാലും അവിടെ സംസാരിച്ച ഡിസ്കഷൻ ക്ലോസ് ചെയ്യാതെ ബിഗ് ബോസിന്റെ അടുത്ത് അതൊരു പരാതിയായിട്ട് പറയാതെ അവിടെ പോയി നിന്ന് കരഞ്ഞ് മൊത്തത്തിൽ പറയുന്നത് മുഴുവൻ ഒരു എന്താ പറയുക, ഒരു വളരെ ഈ പറഞ്ഞ പോലെ മലയാളികളുടെ ടിപ്പിക്കൽ മല്ലു മൈൻഡ് സെറ്റിൽ ഉള്ള ചില വർത്തമാനങ്ങളാണ് അവിടെ പറയുന്നത്. അത് ഇതിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഡിസ്കഷൻസിലും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പുറത്തേക്ക് വരുന്നത്. അത് അങ്ങനെയല്ല വേണ്ടത്. ഒരു നല്ല ഗെയിമർ എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെയാണ് ഫെയിലിയർ ആവുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ അനുമോളുടെ ഓപ്പോസിറ്റ് ഉള്ള ആള് കുറച്ചുകൂടി സ്ട്രോങ് ആയി, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ആളായതായിരിക്കും ചിലപ്പം അനുമോൾക്ക് പണി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ടിപ്പിക്കൽ മല്ലു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ഇതുപോലെ പ്രൊവോക്ഡ് ആയി സെൻസിറ്റീവ് ആയി ഈ വിഷയം കോംപ്ലിക്കേറ്റഡ് ആയത്. പക്ഷെ ജിസേൽ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ അപ്പൊ പോലും എനിക്ക് എന്റെ പേഴ്സണലി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ജിസേല് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. 100% ജിസേൽ തെറ്റ് ചെയ്തുകൊണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്ന ഗെയിമാണ് കളിക്കുന്നത്. അതിലൊരു ജെന്യൂനിറ്റി എനിക്ക് പേഴ്സണലി എന്തോ ഫീൽ ചെയ്യുന്നില്ല. ജൂബിലിന് വേണമെങ്കിൽ അതിന് എതിരഭിപ്രായം പറയാം. പക്ഷേ ജിസേലിന്റെ ഒരു പ്രത്യേകത ജിസേൽ തെറ്റ് ചെയ്തുകൊണ്ടെങ്കിലും അത് സ്ട്രോങ് ആയിട്ട് നിന്ന് എന്ത് വേണമെങ്കിലും ഞാൻ നേരിട്ടോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നിൽക്കുന്നത്. ആസ് എ ഗെയിമർ ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. തെറ്റ് ചെയ്തത് ഞാനും അംഗീകരിക്കുന്നു, തെറ്റാണ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിൽ ഞാൻ വിയോജിക്കുകയാണ്. കാരണം നമുക്ക് എന്തും ചെയ്തിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും എനിക്ക് ഇതിലുള്ള കോമഡി എന്താന്ന് വെച്ചാൽ ജിസേൽ ഇതൊക്കെ അംഗീകരിക്കുന്ന സമയത്ത് ആ ടാസ്കിന്റെ നോമിനേഷന്റെ സമയത്ത് അനുമോൾ ജിസേലിന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നു. തിരിച്ച് ജിസേൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് എന്റെ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് സപ്പോർട്ട് ചെയ്ത് കൈയടിക്കുന്ന കുറെ പേരുണ്ട് ഓപ്പോസിറ്റ് ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് ആ മൈൻഡ് സെറ്റ് എന്ത് ചെയ്തിട്ടും മനസ്സിലാവുന്നില്ല. അതുപോലെ അനുമോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ കൂവുന്നുണ്ട്. അപ്പൊ ആ സ്ട്രാറ്റജി എന്താന്നുള്ളത് എനിക്ക് അത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പലതവണ ഇവരെല്ലാം കൂടി വെറുതെ കളിയാക്കുന്ന സമയത്ത് അസൂയ കൊണ്ടാണെന്നൊക്കെ കളിയാക്കുന്ന സമയത്ത് അനുമോൾ കറക്റ്റ് ആയിട്ട് കുഴി ചെന്ന് വീഴുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് തോന്നുന്നത് ശരിക്കും അനുമോൾ എന്തോ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടോ അസൂയ കൊണ്ടോ ആണ് ഈ ഗെയിം ഇവർക്കെതിരെ കളിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. ഓൾറെഡി ഇവരെല്ലാവരും ബിഗ് ബോസിന്റെ അഡ്രസ്സിങ്ങിന് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ജിസേലിന്റെ കേസിൽ. ആരും അതുകൊണ്ട് അത് കൂടുതൽ വലിച്ചഴക്കുന്നില്ല. പക്ഷെ അനുമോൾ അതിന്റെ പുറകെ തന്നെ നിൽക്കുന്നു. അത് ഈ ഒരു കാര്യം കൊണ്ടാവാം എന്നൊരു ധാരണ അനുമോൾ തന്നെയാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തത്. എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ ഹൈറ്റ് ഡിസ്ക്രിമിനേഷൻ പേഴ്സണലി അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ പോയിന്റിൽ പ്രൊവോക്കേഷനിൽ അനുമോൾ വീണതും അത് ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. എന്തായാലും രണ്ടുപേർക്കും പണി കിട്ടും, രണ്ടുപേർക്ക് പണി കിട്ടണം എന്നുള്ളത് തന്നെയാണ് എന്റെ പോയിന്റ്. അത് നമുക്ക് ഈ വീക്കിൽ കാത്തിരുന്ന് കാണാം. പക്ഷെ ഞാൻ ഇപ്പോഴും അനുമോളുടെ സൈഡ് തന്നെയാണ് എനിക്ക് ഫേവറബിൾ ആയിട്ട് തോന്നുന്നത്. അടുത്തത് ഈ വീക്കിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നല്ല മാറ്റങ്ങൾ. അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് അഭിലാഷ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അതെ, അഭിലാഷ് ഭയങ്കര കലിപ്പിലായിരുന്നു. പക്ഷെ ആ ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിലാഷ് കുറച്ച് ഒബ്വിയസ് അല്ലാണ്ടായും പോയി. സ്ക്രീൻ സ്പേസ് കുറച്ച് കുറഞ്ഞു. സംസാരിക്കുന്നേ ഇല്ല ആളുകൾ. അതെ, അനീഷിന്റെ സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അനീഷ്
എനിക്ക് ഈ വീക്ക് തുടങ്ങിയപ്പോൾ ഭയങ്കര വെറുപ്പിക്കും. കഴിഞ്ഞ വീക്കിൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഈ ഒരു മിഡ് വീക്ക് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര വെറുപ്പിക്കലാണ്. ഇയാൾ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇയാൾ സ്ട്രാറ്റജി മാറ്റേണ്ട ടൈമായി എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളി മാറി തുടങ്ങി. ആള് ഡിസ്കഷൻസിലും അത് മര്യാദക്കുള്ള സംസാരങ്ങൾ, അതാണ് ആളുടെ ഒരു നേരത്തെ ഒരു ഫെയിലിയർ ആയിട്ട് തോന്നിയിരുന്നത്. ആള് സംസാരിക്കാൻ നിൽക്കത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറ്റുന്നുണ്ട്. ഗെയിമറാണ് അല്ലേ, സ്ട്രാറ്റജി മാറ്റുന്നു. പറഞ്ഞ പോലെ അനുമോളും അപ്പാനിയെ കുറിച്ച് ബിഗ് ബോസിനോട് പരാതിപ്പെട്ടപ്പം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അനീഷ് ചെയ്ത കാര്യമാണ് കറക്റ്റ്. കാരണം പുള്ളി ഓപ്പൺ അപ്പ് ആയിട്ടാണ് ബിഗ് ബോസിനോട് പറയുന്നത്. പക്ഷെ പുള്ളിക്ക് നേരത്തെ ഇവരോടും കൂടി പറയാമായിരുന്നു ഇങ്ങനെയാണ്. പക്ഷെ അതേസമയം അവരെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അതിനുശേഷം ബിഗ് ബോസിന്റെ അടുത്ത് പോയി അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പേഴ്സണലി അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഗെയിമിന്റെ സമയത്ത് മോട്ടിവേറ്റ് ചെയ്യും, സ്വാഭാവികമായിട്ടും മാക്സിമം ഔട്ട്പുട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യോ, സ്വാഭാവികമല്ലേ. പക്ഷെ തോന്നിയോ ജുവലിന് ഇവര് അപ്പാനിയും അനുമോളും ഉഴപ്പുന്നതായിട്ട്, ജെനുവിൻലി ഉഴപ്പണമായിട്ട് തോന്നിയോ? കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും അനീഷിന് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. തീർച്ചയായും അത് നമ്മൾ ആ മൂന്നാമത്തെ ടാസ്കിൽ കണ്ടു. പ്രത്യേകിച്ച് അപ്പാനിക്ക് ഒരു എന്താ പറയാ സ്റ്റാർ കോമണർ ഡിസ്ക്രിമിനേഷൻ ഉള്ളത് നമ്മൾ വിസിബിൾ ആയി കണ്ടാണ്. ഉണ്ട്. മനഃപൂർവ്വം എനിക്ക് ചില സമയത്തൊക്കെ തോന്നി കേട്ടോ. അതല്ലാതെ ഇത് തെറിച്ചു പോവുക, കീ തെറിച്ചു പോവുക, പിന്നീട് അതെടുത്ത് ഓപ്പൺ ആവുക, അതായത് അത്രയും റൂൾ ഉണ്ടായിട്ടും ഗിയർ ഇടാതെ മണ്ടിച്ചാടുക എന്നൊക്കെ പറയണത് എനിക്ക്. പക്ഷെ ഫസ്റ്റ് ടാസ്കിൽ അവർക്ക് വെപ്രാളം കൊണ്ട് തന്നെ സംഭവിച്ചാന്നാണ് തോന്നുന്നത്. അവര് അനീഷിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമല്ലോ എന്ത് കൺഫ്യൂഷൻ ആയി പോയതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്കൻഡ് ടാസ്കിൽ കുറച്ച് ഉഴപ്പിയതായിട്ട് എനിക്കും ഫീൽ ചെയ്തു. പക്ഷെ അത് അഗൈൻ അനീഷും അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവര് പിന്നെ അത് ആരോപിക്കുന്നുണ്ടായിരുന്നു. അനീഷ് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. അങ്ങനെ ഒരു എന്താ പറയാ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വന്നതുകൊണ്ട് സെക്കൻഡ് ഇതിൽ അവർ കുറച്ച് ഉഴപ്പിയോ എനിക്കൊരു സംശയം ഇല്ലാതില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ടാസ്കിന്റെ സമയത്ത് അവരെ എൻകറേജ് ചെയ്യും. പക്ഷെ അത് പറയേണ്ടടുത്ത് കൃത്യമായിട്ട് പറയും എന്നുള്ള രീതിയാണ് അനീഷ് പ്രയോഗിച്ചതെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനീഷ് എന്തായാലും സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടന് വാക്ക് കൊടുത്ത് ഞങ്ങൾ പെർഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയുണ്ട് ഈ വീക്കിലെ പെർഫോമൻസ്? ശൈത്യ കുറച്ചും കൂടെ ഒബ്വിയസ് ആയി ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ സ്ട്രോങ് ഗെയിമർ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പറയാറായിട്ടില്ല. പിന്നെ എനിക്ക് ഒട്ടും മാറ്റമില്ലാതെ കുറച്ചുകൂടെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരാളായിട്ട് അപ്പാനിയെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പാനി വളരെ ഡിപ്പെൻഡന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പൊ അപ്പാനിക്ക് അനുമോളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായി തുടങ്ങി. എന്തുകൊണ്ട്? അനീഷിനെ അനുമോള് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളത്. അങ്ങനെ രീതിയിലേക്ക് ഗെയിമിനെ കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പാനി. അപ്പാനിക്ക് പ്രോപ്പർ ആയിട്ടൊരു സ്ട്രാറ്റജി ഇല്ല. അപ്പാനിയിൽ എനിക്ക് വലിയ ഹോപ്പ് ഇനിയില്ല നല്ല രീതിയിൽ മാറ്റം വരുമെന്നുള്ളത്. പോസിറ്റീവായിട്ട് വീണ്ടും ഒബ്വിയസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് ശാരിക, ബിന്നി പോലുള്ള ആൾക്കാരാണ്. ബിൻസിയെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ ബിൻസിയുടെ ഒരു നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമസി നമ്മൾ ഇന്നലത്തെ ആ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്ത് കണ്ടിരുന്നു. എക്സ്പോസ്ഡ് ആയി ചെറുതായിട്ട്. എനിക്ക് തോന്നുന്നു അതൊരു പീപ്പിൾ പ്ലേസിംഗിന്റെ ഭാഗമല്ലേ. ആവശ്യമില്ല. ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത് സരികേന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് അത് സരിക ആവശ്യപ്പെടാതെ അതെ അവള് കരഞ്ഞോണ്ടാണെന്നൊക്കെ പറയുന്നത് കാര്യം നമ്മൾ അവിടെ ബോധിപ്പിച്ചില്ലേ. പിന്നെ അവിടെ ആളുകളെ പ്ലീസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ ഡിപ്ലോമസി എക്സ്പോസ്ഡ് ആയി അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷാനവാസ് ആസ് എ ക്യാപ്റ്റൻ നല്ല പോയിന്റ്സ് പറയാൻ പറ്റുന്ന, നല്ല രീതിയിൽ എന്താ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ക്യാപ്റ്റൻ ആണെന്ന് പല രീതിയിലും തെളിയിച്ച ആളാണ്. നല്ല പോയിന്റ്സ് ആണ്. ബ്രില്യൻ ഗെയിമറാണ്. ഈവൻ പണിപ്പുര ടാസ്ക് ഫസ്റ്റ് ടൈം അത് ഇവർ ചെയ്തൊരു മണ്ടത്തരമുണ്ട്. പണിപ്പുര ടാസ്കിൽ എനിക്ക് ഇന്ന് മണ്ടത്തരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് പണിപ്പുര ടാസ്ക് ഈഗോ കാരണം അനീഷിന് ഫസ്റ്റ് പൊസിഷൻ വിട്ടുകൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇവരുടെ പോയിന്റ്സ് മൊത്തം കളഞ്ഞു. അപ്പൊ ഷാനവാസ് കൃത്യമായി അവരോട് പറയുന്നുണ്ട് അനീഷ് സമയം നമ്മുടെ ടൈം എടുക്കുവാണ്, അത് പൊയ്ക്കോട്ടെ, അവന് ഫസ്റ്റ് എടുത്തോട്ടെ, നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റ് ഗെയിമറിനെയും ഒരു ലീഡറിനെയും നമുക്ക് അവിടെ കാണാം. പക്ഷെ പലപ്പോഴും ഷാനവാസിന് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ കിട്ടുന്നില്ല. അത് ഉദാഹരണത്തിന് ഇപ്പം അനുമോളുടെയും ജിസേലിന്റെ കേസ് വന്ന സമയത്ത് ജിസേലിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം എണീറ്റത് ഷാനവാസാണ്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി ജിസേലിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജിസേൽ എല്ലാം സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിട്ട് തോന്നി ഷാനവാസിന്റെ ഭാഗത്ത്. അതേ സ്ഥാനത്ത് ഷാനവാസിന്റെ ഒരു അമ്മാവൻ സിൻഡ്രോം പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തും ആളുകൾ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ മനസ്സിലായി. രേണയുടെ പേഴ്സണൽ ലൈഫ് അതെ കാമുകനുണ്ടായിരുന്നു, ഈ പ്രായത്തിൽ കാമുകനോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ ഉണിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവനൊക്കെ ഇത്തിരി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നവരാണല്ലോ എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ ലുക്സിലൊന്നും കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈക്വലി ഉണിയൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഗുരുത്വമില്ലാത്തത് കൊണ്ട്
അതെ, ആ രീതിയിലേക്കൊന്നും കോൺവെർസേഷൻ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവിടെ. പക്ഷേ ഒരിക്കലില്ല. അതിലേക്ക് ടെക്നോളജി പോയി. മാറിയതും ആളുകളുടെ മൈൻഡ് സെറ്റ് മാറിയതും തലമുറ മാറിയൊന്നും വരുന്നു അറിയുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര വിഷമകരമായ ഒരു കാര്യമുണ്ട്. കാര്യമാണ്. ഷാനവാസ് ആസ് എ ഗെയിമർ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നു അത് എനിക്ക് BB+ലാ വന്നെന്ന് തോന്നുന്നു. അതെ, അപ്പൊ അതെ. എല്ലാരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, എപ്പിസോഡിൽ വന്നിട്ടില്ല അധികം. വന്നിട്ടില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഒന്ന് എയറിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ആസ് എ ക്യാപ്റ്റൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിലും ഇച്ചിരി മടിച്ചു നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആവാമെന്ന് തോന്നി. ഇതാണ് ഷാനവാസിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത്തവണ മിഡ് വീക്ക് സസ്പെൻഷനിൽ ഒണിയലും ഷാരികയും പോയി. അത് വളരെ ബ്രില്യന്റ് ആയിട്ട് അനീഷ് ഗെയിം കളിച്ചു. ആ 4ാമത്തെ ഗെയിം പോകേണ്ടവർ തന്നെയാണ് പോയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാരികയ്ക്കായിരുന്നു ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്സ്. പിന്നെ അനീഷ് വളരെ ബ്രില്യന്റ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടാണ് ഒണിയൽ ഔട്ടായത്. യെസ്. മൊത്തത്തിൽ എന്താ തോന്നുന്നത് ഈ വീക്കിലെ എവിക്ഷന്റെ കാര്യത്തിൽ? ഈ വീക്കിലെ എവിക്ഷന്റെ കാര്യത്തിൽ ബിഗ് ബോസ് വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു. എഗൈൻ ബിഗ് ബോസ് ആണ് ഗെയിമർന്ന് നമുക്ക് പ്രൂവ് ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ 2 പേരും ഓൾറെഡി സസ്പെൻഷനിൽ പോയി. ബാക്കി 4 പേരെയും മിഡ് വീക്ക് എവിക്ഷനിൽ ഇട്ടിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്കി എല്ലാവരും, അഭിലാഷ് വെച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആണ്. തവണ ആര് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആരും സേഫ് അല്ല എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് പോലെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരു പോയിന്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ പേഴ്സണൽ ലൈഫ് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ മൊമെന്റ്. അതില് ഇപ്പൊ ആദിലയുടെയും നൂറേന്റെയും കഥ ആദില വന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം, അതും മലയാളികൾക്കിടയിലേക്ക് ഇതുപോലെ ഒരു എന്താ പറയുക കപ്പിൾസിന്റെ സ്റ്റോറി വെക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. അതിന്റെ ഒപ്പം മറ്റു പലരുടെ അബി എങ്ങനെയാണ് ഇങ്ങനെ അഗ്രസീവ് ആയെന്ന് പറയുന്ന ഹാർട്ട് ടച്ചിങ് സ്റ്റോറി പറയുന്നുണ്ട്. പിന്നെ നെവിൻ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്റ്റോറി അത് കണ്ടിരുന്നു. യെസ്, കണ്ടിരുന്നു. അപ്പോ ഈ പേഴ്സണൽ സ്റ്റോറി പറയുന്ന പരിപാടി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി എനിക്ക് ആദില പറഞ്ഞതാണ്, അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവാറുണ്ട്, ഒരു സ്നേഹം തോന്നുന്നുണ്ട്. അത് ഒരു മാറ്റത്തിന്റെ തുടക്കമാട്ടെ. കാര്യമൊന്നുമില്ല, അത്ര പെട്ടെന്നൊന്നും മലയാളി മൈൻഡോ അല്ലെങ്കിൽ മാറില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര അതെ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടും സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് അത് ഫീൽ ചെയ്തു എല്ലാവർക്കും. അങ്ങനെ തന്നെ കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ട് ആൾക്കാർ ചിന്തിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ സെൻസേഷണൽ രേണുസുതിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാരെയും പറയുന്നുണ്ട്. രേണുസുതി എന്താണ് വയ്യ പോണം എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഇച്ചിരിയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. രേണുവിനൊരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ട്. അക്ബർ പുറകെ നിന്ന് കൺവിൻസ് ചെയ്യുന്ന അത് നല്ലോണം രേണു യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് പുള്ളിക്കാരിന്റെ കയ്യിലുള്ള കണ്ടന്റ്. പിന്നെ ഇടയ്ക്ക് അഭിപ്രായം പറഞ്ഞു, എനിക്ക് തോന്നുന്നു അധികം ഒച്ച കിട്ടുന്നില്ല. എനിക്ക് പലതവണ തോന്നിയ ഒരു കാര്യമാണത്. മൈക്കിലൂടെ രേണുവിന്റെ ഒച്ച പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഇന്നലെ നടന്ന ജയിൽ ടാസ്കിൽ നല്ല എന്റർടൈനിങ് ആയിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല മാറ്റമായിട്ട് തോന്നുന്നു. ജയിലില് ഇപ്പൊ നമുക്കുള്ളത് നെവിൻ കള്ളൻ. അത് ആര്യൻ കൃത്യമായി പറയുന്നുണ്ട്, കള്ളനായതുകൊണ്ട് അവൻ പോയി ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആര്യൻ വളരെ എന്താ പറയാ പേഴ്സണൽ കാര്യങ്ങളൊന്നും നോക്കാതെ ഗെയിം കളിക്കുന്ന ഒരു നല്ല ഗെയിമറാണ്. അത് ജിസേലിന്റെ കാര്യത്തിൽ ആര്യൻ എടുക്കുന്ന നിലപാടും നെവിന്റെ കാര്യത്തിൽ ആര്യൻ എടുക്കുന്ന നിലപാടും നമുക്ക് വ്യക്തമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ജയിലിൽ ഇപ്പോൾ ഉള്ളത് നെവിനും രേണുവാണ്. അവര് തമ്മിലുള്ള ഒരു ബോണ്ടും സ്ട്രോങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല എന്റർടൈനേഴ്സ് ആണ്. പിന്നെ സരികയുണ്ട് ജയിലില്, പക്ഷെ പുറത്താണ് കിടക്കേണ്ടത്. അതുകൊണ്ട് സരികയും രേണുവിനും ഇത് ആക്റ്റീവ് ആവാനുള്ള അവസരമായി അവരെടുക്കും. അടുത്ത ആഴ്ച പൂർവാധികം ശക്തിയോടെ നമ്മുടെ ചേച്ചിമാർ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രേണുസുതി പോണമെന്നാണ് പറയുന്നത്. അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പോണം എന്നുള്ള കാര്യത്തിലൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി എന്റർടൈനിങ് ആയെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുമായിട്ടും സിങ്ക് ആയതിന്റെ ആയിരിക്കാം. പിന്നെ ശബ്ദം വരാത്തതേ ഫസ്റ്റ് വീക്കിൽ ആവശ്യത്തിന് ശബ്ദം എടുത്ത് പുറത്ത് പരമാവധി ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അതായിരിക്കാം. പലപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ മൈക്കിന്റെ അത്രയും ക്ലാരിറ്റി രേണുവിന്റെ മൈക്കിന് ഇല്ലേ എന്നൊരു സംശയമുണ്ട്. അതോ ഇനി ആള് അത് പറയാമോന്ന് എനിക്കറിയില്ല. ഹൈറ്റ് കുറവായതുകൊണ്ട് മൈക്ക് താന്ന് കിടക്കുന്നതാണോന്നും അറിയത്തില്ല. അതിന്റെ ടെക്നിക്കൽ റീസൺ അറിയില്ല. പക്ഷെ എനിക്ക് ഈ ആഴ്ച രേണുസുതി കുറെ കൂടി എന്റർടൈനിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആളുകൾക്ക് മാറ്റം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അനീഷാണ് സ്ട്രാറ്റജി മാറ്റുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഷാനവാസ് ആണെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം കുറച്ച് പരിപാടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ക്യാപ്റ്റൻ സ്ഥാനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് ഒരു ഓളമാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ നമ്മുടെ ശൈത്യയെ കുറിച്ച് ശൈത്യ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒബ്വിയസ് ആവുന്നുണ്ട്. അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിലും ഡിസ്കഷൻസിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ശൈത്യയിൽ ഒരു പോയിന്റ് വന്നതെന്ന് പറഞ്ഞാൽ അനീഷിന് വേണ്ടി കളിച്ച സമയത്ത് അനീഷ്
അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശൈത്യനെ നമുക്ക് കാണാം. കഴിഞ്ഞ വീക്കിൽ ശൈത്യ നന്നായിട്ട് ഒറ്റപ്പെട്ടു അതെ, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പൊളിറ്റിക്സിനെ പറ്റിയും ശൈത്യ എല്ലാവരോടും കൃത്യമായി പറയുന്നുണ്ട്. ഒണിയിൽ വന്ന് ശൈത്യയോട് പറയുന്നുണ്ട്, പൊളിറ്റിക്സ് ഇസ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് ശൈത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫൈനലി ഫാത്തിമ റെന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുട്ടീനെ. ചില സമയത്ത് നമ്മൾ പറയും ഓക്കെ ഇത്രയും ഏജിനെ പറ്റി നമ്മൾ പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കൂടി ചില സമയത്ത് നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് റെന വളരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പ്രോഗ്രസീവ് ആയി നിൽക്കേണ്ട ഒരാള് ഈ അമ്മാവന്മാരുടെ കൂടെ കൂടി പറയുന്ന കുറച്ച് കോമന്റ്സ് ഒക്കെ എനിക്ക് അത്ര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എന്താ പറയാ ന്യൂജൻ ആളുകളുടെ ഒരു ഫേസ് ആണ്. ആവുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. കാരണം അവിടെ ആൾക്കാരെ കണക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ കളിയാക്കൽ പരിപാടിയൊക്കെ ശരത്തിനെയും ബിൻസി, അത് പ്ലസിൽ കണ്ടതാണ്, ബിൻസിയെയും ശരത്തിനെയും വെച്ചിട്ട് സംസാരിക്കുക അവരുടെ മുന്നിൽ വെച്ചാണ്. എന്നിരുന്നാൽ കൂടി അതുപോലെ നമ്മുടെ ആര്യൻ അനു കോംബോ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് റെനേനെ തോന്നുന്നത്. ഇപ്പോൾ അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീക്ക് നമ്മൾ പ്രിഡിക്ട് ചെയ്ത പോലെ മുൻഷി രഞ്ജിത്ത് എവിക്റ്റഡ് ആയി. എനിക്ക് ആ മൊമെന്റ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും ലാലേട്ടനോട് ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ അത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്ക് പുള്ളി പോകണ്ടായിരുന്നു തോന്നി. ആ മൊമെന്റ് ശരിക്കും ഒട്ടും ഡ്രാമ ഇല്ലാതെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ബിഗ് ബോസ് പുറത്തേക്ക് എത്തിച്ചത്. അതൊരു ഭയങ്കര രസമുള്ള മൊമെന്റ് ആയിട്ട് തോന്നി. അയാൾ പോയപ്പോ ഒരു വീക്കേ ഉള്ളൂ, 1 വീക്ക് ആയിട്ടേ ഉള്ളൂ, എനിക്ക് പോലും ഒരു വിഷമം തോന്നി. പക്ഷെ അത്ര വിശാല ഹൃദയർക്ക് പറ്റിയ ഒരു സ്ഥലമല്ല ബിബി ഹൗസ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതാണ് പോയിന്റ്. അത്ര വിശാല ഹൃദയർക്കും അത്ര പുള്ളി ഒരു നല്ല മനുഷ്യനായിട്ടാണ് പുള്ളി പുറത്തു വന്നത്. ലാലേട്ടനോട് പറയാൻ മാത്രമുള്ള പരാതികളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് പുള്ളി പോകുമ്പോഴേ ഐ ഫെൽറ്റ് എന്താ പറയാ ഒരു നല്ല പരിപാടിയായിട്ടാണ് തോന്നിയത്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീക്ക് അടുത്ത 3rd വീക്കിന്റെ റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.